1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഷാജഹാൻ ഇന്ന് ഫോളോവേഴ്സ് 25,000-ഓളം കുറവ്. 25,000-ന് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. റണ്ണിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. മണിക്കൂർ വെച്ച് ഫോളോവേഴ്സ് കുറഞ്ഞു വരികയാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള 2 അക്ഷരമുള്ള ഒരു വ്യക്തിയോട് പോയി മുട്ടാൻ പോയിട്ട് പാലുവെള്ളത്തിൽ വാങ്ങിയ ഒരു വ്യക്തിയാണ് ഷാജഹാൻ. ഈ സ്റ്റാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാട്ടോ. സ്റ്റാർ വാല്യൂ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, താഴേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഒന്ന് പോയി ചൊറിയാൻ നോക്കിയപ്പോൾ ഇതുപോലൊരു ഗതികേട് ഇനി വരാനില്ല. ആദ്യം പുള്ളി ചെയ്തത് മലപ്പുറക്കാരെയൊക്കെ തന്തയില്ലാത്തവരെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു വലിയൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ വന്ന് മലപ്പുറക്കാരൊക്കെ ഷാജഹാന്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നു, ഷാജഹാൻ ഇങ്ങനെ മുന്നിൽ പോകുന്നു. തൊപ്പിയോട് പോയിട്ട് നീ ആരടാ മലപ്പുറക്കാരെ പറയാന്നൊക്കെ ചോദിച്ചിട്ട് തൊപ്പിയെ എടുത്ത് പൂശുന്നൊക്കെയാണ് ശരിക്കും ഈ ഷാജഹാനും പാണ്ടിക്കാടും ഒക്കെ വിചാരിച്ചു വെച്ചത്. പക്ഷേ ഇത് ടോട്ടലി കോമഡി എന്ന് വെച്ചാൽ ഇതുപോലൊരു കോമഡി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മലപ്പുറക്കാർ എഗെയിൻ ആയിരുന്നില്ല. നിന്റെ ഇഷ്ടപ്പെടുന്ന കുറേ ഫോളോവേഴ്സ് ഉണ്ട് നീ പറയുന്നു. ഞാൻ ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. 10 ലക്ഷം ഫോളോവേഴ്സ് നിനക്കുണ്ട്, നീ പൈസ കൊടുത്തുണ്ടാക്കിയത് നീ തന്നെ പറയുന്നുണ്ട്. ഈ ഫോളോവേഴ്സും താഴെ പോയി, പൈസ കൊടുത്തും താഴെ പോകണം, മുറുക്കി പിടിച്ചു നോക്ക് താഴെ പോകാണ്ടിരിക്കാൻ. ശരിക്കും ഇപ്പൊ ചങ്ക് പെടയുന്നുണ്ടാവൂലേ. ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, എന്താ തൊപ്പിയെ വിടൂല. എന്താ തൊപ്പിനെ കാട്ടാൻ പോണ്? തൊപ്പിക്ക് ഇനി എന്ത് വരാനാ? തൊപ്പി ഇന്ന് ആരാ? പൊന്നു സുഹൃത്തെ, നിന്നെ കൊണ്ട് പറ്റൂല തൊപ്പിനെ തൊടാൻ നിന്നെ കൊണ്ട് പറ്റൂല. നിന്റെ ഈ ഹാഫ് മൈൻഡ് വിവരക്കേടും വെച്ചിട്ട് നീ ബുദ്ധി കളിച്ച് നീ ഓൻ്റെ അപ്പനെ തന്തനെ വിളിക്കുന്നു, അതിൻ്റെ അപ്പുറം വിളിക്കുന്നു. നീ പച്ചത്തെറി, ഏത് ലെവൽ തെറി നീ വിളിച്ചപ്പോൾ നീ വിചാരിച്ചോ എല്ലാവരും നിന്റെ കൂടെ വിളിക്കും. വാവ് മാസ് ഷാജഹാൻ, മാസ് ഷാജഹാൻ പൊളിയാണ്. പാണ്ടിക്കാടുണ്ട് കൂടെ, 2-3 വേറെ വ്ളോഗേഴ്സും ഉണ്ട് കൂടെ. തൊപ്പിന്റെ മുന്നിലെത്തുമ്പോഴത്തേക്കും ഷാജഹാന് വേണ്ടി സോഷ്യൽ മീഡിയ കൈയടിക്കും, BGM വരും, ടാടാ ടാടാ എന്നുള്ള BGM ഒക്കെ വരും നീ വിചാരിച്ചോ?